കാനഡയിലെ ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം 20 ലക്ഷത്തിൽ അധികമാണ്. കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ മാസങ്ങളിലെ തീരുമാനമെന്ന് പറയുന്നത് ഇത് താഴോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി ഏകദേശം 5% താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയായിരുന്നു. എന്നാൽ ടെമ്പററി റെസിഡൻസിൽ തന്നെ അൺഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ളവർ അഥവാ പേപ്പർ ഇല്ലാത്തവർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു പെറ്റീഷൻ ഫെഡറൽ ഗവൺമെൻറ്റിനെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവർ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നും ഹെൽത്ത് കെയർ മേഖലയിൽ നിന്നും പാക്കിംഗ് മേഖല ഇങ്ങനെ പല മേഖലകളിൽ നിന്നുള്ള ആളുകളായിരുന്നു. അവരെ ഡോക്യുമെൻറ്റഡ് ആക്കണം എന്നുള്ള ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത്. അതിൻ്റെ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ഓട്ടോവയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം കനേഡിയൻ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ അക്കാര്യത്തെപ്പറ്റി പറയുകയുണ്ടായി. ആ പെറ്റീഷൻ സ്വീകരിക്കുന്നതല്ല, ഇനി മുന്നോട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടികൾ എടുക്കുന്നതല്ല എന്നൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് CBC റേഡിയോ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലൊപ്പം തന്നെ റൂട്ടേഴ്സും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി TR to PR എന്നുള്ള ഒരു സ്വപ്നം നടക്കാൻ ഉള്ള സാധ്യതയില്ല. പ്രധാനമായിട്ടും ഇലക്ഷനും കാര്യങ്ങളൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കനേഡിയൻസിന് ജോലികൾ ഇപ്പോൾ കുറവാണ്. സമ്മറിലൊക്കെ കുട്ടികൾക്കൊക്കെ അധികം ജോലികൾ കിട്ടുന്നില്ലായിരുന്നു. ജോലി കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് കാരണമാണ് ഇങ്ങനെയുള്ളൊരു പോളിസി മാറ്റത്തിലേക്ക് ഫെഡറൽ ഗവൺമെൻറ് വന്നിരിക്കുന്നത്. എന്നാൽ 2021 ഫെഡറൽ ഗവൺമെൻറ് തന്നെ ഒരു പോളിസിയിൽ പ്രതിപാദിക്കുകയുണ്ടായിരുന്നു. മറ്റ് ന്യൂസ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണിത്. അതായത് ടെമ്പററി റെസിഡൻസിനെ ഇവിടെ പെർമനൻ്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്ന്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് ഗവൺമെൻറ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കിക്കഴിയുമ്പോഴേക്കും കാനഡയിലെ ഇപ്പോഴത്തെ സ്റ്റുഡൻസിൻ്റെ PGWP പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി നിരവധി ആളുകൾ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അവരുടെ സമരങ്ങളും കാര്യങ്ങളൊക്കെ തുടരുന്നുണ്ട്. എന്നാൽ കുറേ കുട്ടികൾ അവിടുന്ന് തിരിച്ചുപോയി എന്നാണ് അതിൻ്റെ നേതാവായിട്ടുള്ള ആൾ പല ന്യൂസ് ചാനലുകളോടും പറഞ്ഞത്. 20ഓളം പേർ നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PGWP എക്സ്റ്റൻഷൻ സംബന്ധിച്ചുള്ള പുതിയ വാർത്തകളൊന്നും തന്നെ വന്നിട്ടില്ല. എന്നാൽ പലർക്കും ഇപ്പോൾ PR ലഭിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഡ്രോയിൽ ഏകദേശം 6300 പേർക്കാണ് PR ലഭിച്ചിരിക്കുന്നത്. അതൊരു നല്ല വാർത്ത തന്നെയാണ്. നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. ഞാനൊരു ഫ്രീലാൻസ് വ്ളോഗർ മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ CBC ന്യൂസ്, ഗ്ലോബ് ആൻഡ് മെയിൽ, ഗ്ലോബൽ ന്യൂസ്, പിന്നെ മലയാള മാധ്യമങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ പരമാവധി ലിങ്ക്സൊക്കെ ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ് ഞാൻ. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും അറിവുകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. ടീം കാനഡയുടെ നല്ല പെർഫോമൻസ് ആണ് ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം കാനഡ ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത് 3 ഗോൾഡ് മെഡലുകളും 2 സിൽവർ മെഡലുകളും 3 ബ്രോൺസ് മെഡലുകളുമാണ്. അങ്ങനെ ടോട്ടൽ 8 മെഡലുകളാണ് കാനഡ നേടിയിരിക്കുന്നത്. ഇത് ഡേ 6ലെ അപ്ഡേറ്റ് ആണ്. ഇനി മുന്നോട്ടുള്ള അപ്ഡേറ്റ്സ് അടുത്ത ആഴ്ചയിലുള്ള വാർത്തകളിൽ പറയുന്നതായിരിക്കും. അടുത്തതായിട്ട് കാനഡയിലെ വിവിധ പ്രോവിൻസുകളിലെ മിനിമം വേജസ് വർധനവാണ്. ഒണ്ടാരിയോയിൽ 17.20 ഒക്ടോബർ 1 മുതൽ മിനിമം വേതനം ഉയരും. എന്നാൽ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും അവർക്ക് 18 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ചും കനേഡിയൻ വിദ്യാർത്ഥികൾക്ക്, അവർക്ക് 15.60 നിന്ന് 16.20 വർധനമുണ്ടാകുന്നത്. നമുക്കറിയാം കാനഡയിൽ കുട്ടികളായിട്ടുള്ളവരും ജോലി ചെയ്യാറുണ്ട്. 18 വയസ്സിൽ താഴെയുള്ളവരും ജോലി ചെയ്യാറുണ്ട്. നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ വരുന്നവർ കൂടുതലും 18 വയസ്സിന് മുകളിലുള്ളവരാണ് വരുന്നത്. പിന്നെ ഇതോടൊപ്പം ഞാനൊരു വീഡിയോ ഇമിഗ്രൻ്റ് ടെയിൽസിൽ നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 35 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾ പഠനത്തിനായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത പ്രോവിൻസ് നോക്കാം. അടുത്ത പ്രോവിൻസ് മാനിറ്റോബയാണ്. മാനിറ്റോബയിലും മിനിമം വേജസ് വർദ്ധിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 1 മുതലാണ് പുതിയ വേതനം നിലവിൽ വരുന്നത്. അതിപ്പോൾ 15.30 നിന്ന് 15.80 ഉയരുന്നതാണ്. ഏകദേശം 50 സെൻറ്റിൻ്റെ വർധനമാണ് വരുന്നത്. മണിക്കൂറിൽ വരുമ്പോഴേക്കും നല്ലൊരു വർധനവ് തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നെ സസ്കച്ചുവാനിലെ വേതനവും ഉയരാൻ പോവുകയാണ്. നിരവധി കുട്ടികളൊക്കെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. നല്ല വാർത്ത തന്നെയാണ് നമുക്കത്. ഒക്ടോബർ 1 തന്നെയാണ് അവിടെയും കൂടുന്നത്. $14 നിന്ന് $15 ഉയരും. $1 വർധനമാണ്. അപ്പോൾ നമുക്കൊരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ $8 വർധനവ് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്, നമുക്ക് സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവിശ്യയാണ്. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 1 മുതലാണ് അവിടെയും വർധനവ് വരുന്നത്. അത് മണിക്കൂറിൽ $16 അവിടെ മിനിമം വേതനം വരുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ജോലി ചെയ്യുമ്പോഴേക്കും, പ്രത്യേകിച്ചും
കാനഡയിലെ ഏത് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മിനിമം വേജസിനുള്ള ഒരു അർഹത ഉള്ളതാണ്. അത് നിങ്ങൾക്ക് എംപ്ലോയേഴ്സുമായിട്ട് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് വരുന്നവരാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ 18 വയസ്സിന് മുകളിലോട്ടുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ വേതനമാണ്. അല്ലെങ്കിൽ 18 വയസ്സിന് താഴോട്ടുള്ളവരാണെങ്കിൽ ചെറിയ കുറവുണ്ടാവും. എങ്കിലും മിനിമം വേജസ് നിങ്ങൾക്ക് അവകാശപ്പെടാവുന്ന കാര്യം തന്നെയാണ്. വെതർ അപ്ഡേറ്റ്സ് നോക്കി കഴിയുമ്പോഴേക്കും ചൂട് നന്നായിട്ട് കൂടി തന്നെ വരികയാണ്. ഒണ്ടേരിയോയിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ടൊറൻഡോ ഏരിയയിലൊക്കെ 32 മുതൽ 40 ഡിഗ്രി വരെ സെൽഷ്യസ് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഹീറ്റ് വാർണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സൺസ്ക്രീന്, അതോടൊപ്പം തന്നെ ഒരു ഗ്ലാസ്, പിന്നെ ഹാറ്റ് ഒക്കെ ഉപയോഗിക്കുക. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴേക്കും ചൂട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുതൽ കാരണമാണ് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത്. ഇവിടെ UV ഇൻഡെക്സ് കൂടുതലാണ്. അത് കാരണം പ്രത്യേകിച്ചും വളരെയധികം ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ നമുക്ക് കാൽഗറിയിലെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ജാസ്പർ ഏരിയയിലൊക്കെ ഇപ്പോഴും തീപിടുത്തമുണ്ട്. അതായത് വൈൽഡ് ഫയർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവിടെ നിന്നുള്ള അപ്ഡേറ്റ്സ് ഒക്കെ എനിക്ക് ഈ ദിവസങ്ങളിൽ CBC റേഡിയോയിൽ വഴിയൊക്കെ കേൾക്കാൻ സാധിച്ചു. അവിടെ ഉള്ള ഹൈവേ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, തുറന്നു വിടുന്നുമുണ്ട്. അപ്ഡേറ്റ്സ് അടുത്ത ലൈവ് സെഷനിൽ പറയുന്നതായിരിക്കും. പിന്നെ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ഹൗസ് ബൈങ്ങിൻ്റെ ഒരു വ്ലോഗ് ഉണ്ടായിരുന്നു, അതും കാണുക. അതിൽ പ്രത്യേകിച്ചും പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബാങ്ക് ഓഫ് കാനഡയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ 0.25 കുറച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം അങ്ങനെ കുറവുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ ജൂലൈയും ജൂണും കൂടെ കൂട്ടി കഴിയുമ്പോഴേക്കും 0.50 ആണ് കുറച്ചിരിക്കുന്നത്. ഇപ്പോൾ 4.5 ആണ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വ്ലോഗിൽ പറയാത്ത ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 1-ാം തീയതി വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ ഇനി കാനഡയിൽ വീട് വാങ്ങുന്നവർക്ക്, പ്രത്യേകിച്ചും പുതിയ വീടുകൾ വാങ്ങുന്നവർക്ക് 25 വർഷം അമോർട്ടൈസേഷൻ എന്നുള്ളത് 30 വർഷമായിട്ട് ദീർഘിപ്പിച്ച് കിട്ടുന്നതായിരിക്കും. പലർക്കും മോർഗേജ് എലിജിബിലിറ്റി ഇല്ലാതെ വരുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് കൂടുതൽ ലോണ് പല തവണകളായിട്ട് 30 വർഷമായിട്ട് അടച്ചു തീർത്താൽ മതി. ആ ഒരു അപ്ഡേറ്റിൻ്റെ ഒരു ലിങ്ക് ഞാനിതിൻ്റെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കുക കൃത്യമായിട്ടും. പിന്നെ അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമുക്ക് റീറ്റെയിൽസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കാണുവാണെങ്കിൽ ആളുടെ കോൺടാക്റ്റ് ഒക്കെ കിട്ടും. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നമ്മുടെ ബ്ലോഗ്സിൽ പല പോഡ്കാസ്റ്റ് സീരീസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്സ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുമായിട്ടുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടി നടത്താവുന്നതാണ്. അങ്ങനെ പലരിലേക്കും പല അറിവുകളും നമ്മൾക്ക് ഒരുമിച്ച് പകർന്നു കൊടുക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കുന്നു. എല്ലാവരെയും ക്ഷണിക്കുന്നു. info@canadianskills.ca നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്. ടൊറൻഡോയിലെ പാർക്കിംഗ് ഫീസ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും സൈക്കിൾ ലൈനുകളിൽ പാർക്ക് ചെയ്യുന്നവർക്ക് $200 അധികമായിട്ട് ഫൈൻ നൽകേണ്ടതായിട്ട് വരും. നിങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ പാർക്കിംഗ് അംഗീകാരമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇരട്ടി ഫൈനായിരിക്കും ഇനി ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സൈക്ലിസ്റ്റ് ഡൗൺ ടൗൺ ഏരിയയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു ട്രക്ക് ഹിറ്റ് ചെയ്ത് മരിക്കുകയുണ്ടായി. കാരണം ഇങ്ങനെയാണ്, സൈക്കിൾ ലൈനിൽ ഒരു ഗാർബേജ് ബിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഗാർബേജ് ബിന്നിനെ ചുറ്റി സൈക്കിൾ പോയപ്പോഴേക്കും പുറകിൽ നിന്ന് വന്ന ട്രക്ക് ഹിറ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ സൈക്കിൾ ഉപയോഗിക്കുന്നവർ, പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും സൈക്കിൾ ഉപയോഗിക്കുന്ന ആളാണ്, വളരെയധികം ശ്രദ്ധിക്കുക. സൈക്കിൾ ലൈൻ നോക്കുക, സൈക്കിൾ ട്രെയിൽസ് നോക്കുക, അങ്ങനെയൊക്കെ യാത്ര ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കാറുകളൊക്കെ പാർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സാധനങ്ങൾ വയ്ക്കുമ്പോഴോ ഒന്നും സൈക്കിൾ ലൈൻ എപ്പോഴും തുറന്നു തന്നെ ഇടുക. കാരണം സൈക്ലിംഗ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രാജ്യവും പല നഗരങ്ങളും ഒക്കെയാണ് കാനഡയിലുള്ളത്. അപ്പോഴേക്കും അത് ശ്രദ്ധിക്കുക. പിന്നെ അവിടെ നമ്മൾ കാറൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ കിട്ടും, അതും നോക്കുക. ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഹെൽമെറ്റ് ധരിച്ച് തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉപയോഗിക്കുക. ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ടിൽ കാണിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ അപകടങ്ങൾ കൂടി വരുന്നു എന്നാണ് വരുന്നത്. പ്രത്യേകിച്ചും എമർജൻസി മെഡിക്കൽ റൂമുകളിലൊന്നും പ്രത്യേകിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങൾ വന്നിട്ടില്ല. ഇവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ കൊടുക്കുന്നത് ഓരോ കാറ്റഗറി ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും നോക്കുക, ഈ ഒരു ഫെസിലിറ്റീസ് ഇപ്പോൾ വളരെ കുറവുണ്ട്. കുട്ടികളൊക്കെ വളരെ സ്പീഡിൽ പല സ്ഥലങ്ങളിലും ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉപയോഗിച്ച് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഡബിളൊക്കെ ആയിട്ട് നിന്ന് പോകുന്നത് കാണാൻ പറ്റും. അതൊക്കെ അംഗീകാരമുള്ള കാര്യങ്ങളല്ല. കാരണം ഇത്തരം സ്കൂട്ടറിനും സൈക്കിളിനും ഒന്നും ഒരു ലൈസൻസിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ വരുമ്പോഴേക്കും അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുമുണ്ട്, ആളുകളെയും ഹിറ്റ് ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. വളരെ സേഫായിട്ട് തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഉപയോഗിക്കുക. പിന്നെ നമുക്ക് സേഫ്റ്റിയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും വാട്ടർ സേഫ്റ്റി. ഇപ്പോഴും ചില ലേക്കുകളിലും കാര്യങ്ങളിലുമൊക്കെ തണുപ്പുള്ള ലേക്കുകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക.
ബീച്ചുകളിലൊക്കെ പോകുമ്പോഴേക്കും പ്രത്യേകിച്ചും അവിടെയുള്ള ഫ്ലാഗ്സ് നോക്കുക, അവിടെ കൊടുത്തിരിക്കുന്ന സൈൻസ് വായിച്ച് മനസ്സിലാക്കുക. ഫ്ലാഗ്സ് റെഡൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. പ്രത്യേകിച്ചും അവിടെ ഇക്കോളൈ പോലെയുള്ള ബാക്ടീരിയസ് ഉണ്ടാവും. അതുവഴി നമുക്ക് പല ഹെൽത്ത് പ്രോബ്ലംസും ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം വളരെയധികം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം ടൊറൻഡോ പോലീസിൻ്റെ സമയോചിതമായ ഇടപെടലുകൾ മൂലം ഒരു വലിയ അപകടം ഒഴിവായി കിട്ടി. അതായത് ഒരു ആക്രമണം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ISISുമായിട്ട് ബന്ധപ്പെട്ട് 2 പേർ, ഒരു അപ്പനും മകനും 62 വയസ്സും 26 വയസ്സും ഉള്ള ആളുകൾ ഇവിടെ കുറച്ച് ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ തരപ്പെടുത്തുകയും എന്തെങ്കിലും ഒരു റാൻഡമായിട്ടുള്ള ആക്രമണം ഇവിടെ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും ചെയ്തു. അത് കൈയോടെ പിടികൂടി അവരെ ശിക്ഷാ നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ന്യൂസുകളിലൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. CBC റേഡിയോ ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഞാൻ വാർത്തകളൊക്കെ കേട്ടിരുന്നു ഈ ദിവസങ്ങളിൽ. അതാണ് ഞാൻ നിങ്ങളോടും ഇക്കാര്യം പറയുന്നത്. പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെയും തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ്. കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ അടുത്ത CPR ക്ലാസ് നടക്കുന്നത് ഓഗസ്റ്റ് 19 സെക്യൂരിറ്റി ട്രെയിനിങ്, അതോടൊപ്പം തന്നെ ബേബി സിറ്റിങ്, പിന്നെ പുതിയതായിട്ട് ജോലികൾ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ വേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് CPR എന്ന് പറയുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രെയിനിങ്ങിന് വരിക. അതോടൊപ്പം തന്നെ നമ്മുടെ കാൽഗറിയിലെ ഇൻ പേഴ്സൺ ഇമിഗ്രൻറ്റ് സെമിനാർ പിന്നെ ജോബ് ഫെയർ നടക്കുന്നുണ്ട്. അവിടെ നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാൽഗറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് അവിടെ വരിക, നമ്മുടെ ബൂത്തിൽ വരിക. അതോടൊപ്പം തന്നെ ബയോഡേറ്റ ഒരു 5-6 സെറ്റൊക്കെ കരുതിയേക്കുക. പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് മാനേജേഴ്സൊക്കെയാണ് ഈ ഫെയേഴ്സിലൊക്കെ വരുന്നത്. അപ്പോൾ അവരെയൊക്കെ നേരിട്ട് നിങ്ങൾക്ക് കാണാനും സംസാരിക്കാനും പിന്നെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കും വരാവുന്നതാണ്. അധികവും നമ്മുടെ ലീഡിങ് കമ്പനികളാണ് അവിടെ വരുന്നത്. പ്രത്യേകിച്ചും പാർട്ട് ടൈം ജോലികൾ കുറവായിരിക്കും. യൂണിവേഴ്സിറ്റികൾ പിന്നെ കോളേജുകൾ വലിയ കമ്പനികൾ ഒക്കെ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. നേരിട്ട് വരിക. പിന്നെ ഞാൻ 7-ാം തീയതി അവിടെ ഉണ്ടാവും, നമ്മുടെ ഫെയറിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വന്ന് നേരിട്ട് മീറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ വേണ്ടി പ്ലാനുള്ളവർക്കും വരാവുന്നതാണ്. നമ്മുടെ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ വിവിധ എക്സ്പാൻഷൻ പ്രോഗ്രാംസ് നമ്മളിപ്പോൾ നോക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതകളുണ്ടെങ്കിൽ ബിസിനസ് ഡിസ്കഷന് വേണ്ടിയും ഈ ബൂത്തിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ അടുത്ത വെള്ളിയാഴ്ചത്തെ സെഷൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ അതിനു മുമ്പേ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ info@canadianskills ഒരു ഇമെയിൽ അയച്ചേക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആഴ്ചയും ദിവസവും ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.